my cuties, it's me Neeraja was Indian Secret Foodie. Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ നമ്മളെ കണ്ടതുപോലെ തന്നെ നമ്മളെ ടെമുവിൻ്റെ ഹോൾ വീഡിയോ ആണ്. പക്ഷേ ഈ ഇടയായിട്ട് എൻ്റെ നമ്മൾ ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ടെമുവിൻ്റെ ആപ്പ് എവിടെയൊക്കെ ഉണ്ടായി അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യും, ഷട്ടപ്പട്ട ഓർഡർ ചെയ്യും. ബിക്കോസ് സാലറി ഒക്കെ വന്ന് നടക്കുന്ന ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം നോക്കുമ്പോൾ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് ഇതിന് മുന്നിലേയും 2-3 വീക്കായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ആ സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ. പക്ഷേ ഞാൻ അന്നേരം ഞാൻ ഓർത്തില്ല വീഡിയോ എടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ ഓർത്തില്ല. പക്ഷേ പെട്ടെന്ന് കുറച്ച് ഓർഡർ ചെയ്യുന്നല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. 2-3 ദിവസം മുന്നിലേ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ഞാൻ ടെമുന്ന് എന്തൊക്കെയാണ് ഇങ്ങനെ വാരി വലിച്ച് വാങ്ങുന്നത്, അറൗണ്ട് ഒരു 500 pounds മേലെ തന്നെ ഞാൻ ഈ ഒരു മാസം ഞാൻ ടെമുന്ന് പർച്ചേസ് ചെയ്തിട്ട്, പൊങ്ങച്ചം പറയുന്നതല്ല സത്യമായിട്ടും പറയുന്നതാണ്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരിക്കും, വില കുറവായിരിക്കും. അങ്ങനെ ഒരുപാട്, അതായത് വില കുറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങും. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കൂടി പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി 2-3 സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആക്സസറീസ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള കുഞ്ഞു ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ നല്ല റേറ്റായി. 10 പൗണ്ട് ഒക്കെ വെച്ചിട്ട് നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏകദേശം ഈ ഒരു എമൗണ്ട് ആയത്. അപ്പം ഇന്ന് എൻ്റെ ടെമുന്ന് വന്ന എന്തൊക്കെ സാധനങ്ങളെന്നാണ് ഇന്ന് കാണിക്കാൻ വന്നത്. ഇത് മാത്രമല്ല, അടുത്ത എപ്പിസോഡല്ല, ഇതിൽ തന്നെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത വരുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. എനിക്കറിയാം ഗൈസ്, കാരണം കൂടുതലും ഡ്രസ്സായിരിക്കും. കാരണം ഈ ഇടയായിട്ട് എനിക്ക് കുറച്ചധികം ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തു. അതിന് മുന്നേ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ടു സ്മോൾ. ഇത്രയും ചെറുതായിരിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. നമ്മളെ ടിഫിനൊക്കെ കൊണ്ടുപോകാൻ നേരത്തെ കറികളൊക്കെ കൊണ്ടുപോകാനും അടച്ചു വെക്കാനും ഒക്കെ പറ്റുന്ന പാത്രമില്ലേ, വരുന്നില്ലല്ലോ, കണ്ടോ ബോക്സ്. പിന്നെ ഒട്ടും ക്വാളിറ്റിയും ഇല്ല. മൈക്രോവേവിലൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും പണി പാടും. ഇത് താഴെ കൊണ്ടുപോകാനുള്ള സാധനമാണ്. ഇതിന് മാറ്റി അടുത്ത സാധനം ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇതെന്താ, ഇത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാൻറ്റും അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ്. ഞാൻ മീഡിയം ആണ് മേടിച്ചത്. കണ്ടോ, ക്യൂട്ടായിട്ടുള്ളൊരു പാൻറ്റും, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത്. ബോട്ടം വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫ്ലഫി ഒക്കെ ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു പാൻറ്റും ഒരു ടോപ്പും. ഇതൊക്കെ ഞാൻ മേടിക്കുന്നത് എന്തിനാണെന്നറിയോ ഗൈസ്? ഞാൻ സെപ്റ്റംബറിൽ ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. എവിടെയാന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ മേടിക്കുന്നത്. പക്ഷെ ഇനി ഞാൻ മേടിക്കത്തില്ല, കാരണം ഒരുപാട് ഡ്രസ്സായി. അടുത്തതും ഒരു പാൻറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു പാൻറ്റാണ്, ഒരു ക്യൂട്ട് പാൻറ്റാണ്. ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ ഒരു പാൻറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ലൊരു ക്യൂട്ട് പാൻറ്റാണ്. ഞാൻ ഇപ്പം എല്ലാം വാങ്ങുന്നത് 10 സൈസാണ്. 10 മീൻസ് മീഡിയം ആണ്. അതെ, 10 മീഡിയം ആണ് ഞാൻ ഇപ്പം എല്ലാം വാങ്ങുന്നത്. ക്യൂട്ട് പാൻറ്റ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമലി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോകാനും അത് പെട്ടെന്ന് നമുക്ക് ഒന്നെടുത്ത് ഒരുങ്ങി പോകാനൊക്കെ ഈ ഒരു പാൻറ്റ് എനിക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അടുത്തത് ഇതും ഒരു ക്യൂട്ട് പാൻറ്റാണ്. കണ്ടോ, എനിക്ക് കാരണം ഈ ഇടയായിട്ട് ഞാൻ ടോപ്പുകൾ ഒരുപാട് വാങ്ങുന്നുണ്ട്. പാൻറ്റുകൾ ഒന്നും ഇല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ മേടിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്യൂട്ടായിട്ടുള്ള 2 പാൻറ്റാണ്. അടുത്ത ഒരു ടീഷർട്ടാണ്. നല്ല പ്യുവർ വൈറ്റ് ഒരു ടീഷർട്ടാണ്. എനിക്കിപ്പോൾ വൈറ്റ് ടീഷർട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട്, നല്ല രസമുണ്ട്. എനിക്കിപ്പോൾ വൈറ്റ് ടീഷർട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് 2 പൗണ്ടേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടീഷർട്ട് 2 പൗണ്ട്. ക്വാളിറ്റി പെർഫെക്റ്റ് ക്വാളിറ്റി, മീൻസ് നല്ല ക്വാളിറ്റി ഉണ്ട്, സൂപ്പർ ക്വാളിറ്റി. 2 പൗണ്ടേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നോക്കണം. പിന്നെ ഒരു കുഞ്ഞ് സ്റ്റഡ് കമ്മൽ, എനിക്കിങ്ങനെ ഈ ബാക്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിൻ്റെ ഒരു കമ്മൽ കൂടിയാണ് വന്നിട്ടുള്ളത്.
അയ്യോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനിയും സാധനങ്ങൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി സാധനങ്ങൾ വെച്ചുള്ള വീഡിയോ കാണിച്ചു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടെമുവിൻ്റെ രണ്ടാമത്തെ അൺബോക്സിംഗ് ആണ്. ഞാൻ ഭയങ്കര മെസ്സായിട്ടിരിക്കുകയാണ്, ബിക്കോസ് ഞാനൊരു ലോങ് ജേർണി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എത്തി. റൂമൊക്കെ ഒന്ന് അടുക്കി പറക്കൊണ്ടിരിക്കുക, റൂം ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ ഇതും കൂടെ പൊട്ടിച്ച് ഇതിൻ്റെ ബാക്കി കവറും വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞാലേ എനിക്ക് ബാക്കി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം 2 പാക്കറ്റ് ഉണ്ട് ഇതിൽ. ഇത് രണ്ടും ഞാൻ 2 ടൈമായിട്ട് ഓർഡർ ചെയ്തതാണ്. ഞാൻ 2 ആഴ്ച ഇല്ലാത്തത് കൊണ്ട് ഒരാഴ്ച വെച്ചിട്ട് 2 എണ്ണം വന്നതാണ്. അപ്പോൾ ഞാൻ ഒരുമിച്ച് അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന് ഐ ഹാവ് നോ ഐഡിയ. ആക്ച്വലി സീരിയസ്ലി ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ. എൻ്റെ വോയിസിൽ നിന്ന് അത് വ്യക്തമാവുന്നു, മനസ്സിലാവുന്നു. ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടാണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കൊരു ചെറിയ ബോക്സ് തന്നെ ഫസ്റ്റ് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ടെമൂന്ന് ഓർഡർ ചെയ്യുന്ന റീസെൻ്റ്ലി എനിക്ക് ഇച്ചിരി ഓർഡറൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ പൊന്നയ്ക്ക് നൈനൂസിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ടോയ്ലറ്റ് ക്ലീനറാണ്. ഇങ്ങനെ ബാത്ത് ടബും ടോയ്ലറ്റും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അർജൻറ്റായിട്ട് വേണ്ട സാധനമായിരുന്നു. ബാത്ത് ടബൊക്കെ എക്സ്ട്രീം മെസ്സായിട്ട് കിടക്കുവാണ്. അപ്പം ആ സാധനമാണ്. ഇത് എൻ്റെ നൈനൂസിന് ഞാൻ മേടിച്ചതാണ്. 3 കുട്ടി നിക്കർ, ഭയങ്കര ക്യൂട്ട് നിക്കർ കണ്ടോ, ഭയങ്കര ക്യൂട്ട് നിക്കർ. നൈനൂസിനും സാവുരിക്കും കൂടെ ഒന്ന് കൊടുക്കാം. കണ്ട ഭയങ്കര ക്യൂട്ട് നിക്കറല്ലേ, കണ്ട. അപ്പോൾ ഇത് നൈനൂസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. നൈനൂന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്താക്കി വെക്കാം. നൈനൂന് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇത് ഞാൻ നൈനൂന് ഓർഡർ ചെയ്തു, കാരണം ഇതിൻ്റെ സെയിം കളർ ഞാൻ സാവുരിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഒരെണ്ണം നൈനൂന് ഞാൻ മേടിച്ചെടുത്തു. കുഞ്ഞുടുപ്പും കുട്ടി ഷോർട്ട്സും ഒരു കുഞ്ഞു ബാഗും. അയ്യോ ഭയങ്കര ക്യൂട്ടല്ലേ ഇത്. അപ്പോൾ ഇത് നൈനൂനാണ്. അടുത്തതെന്ന് പറയുമ്പോൾ നോക്കട്ടെ ഇതെന്താണെന്ന്. ഐ തിങ്ക് ഇതും എൻ്റെ നൈനൂസിനല്ല, ഇതെനിക്കാണ്. ഇതൊരു ലൈക്ക് പാഡഡ് വെച്ചിട്ടുള്ളൊരു, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ബ്രാ ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് ഓൾറെഡി പാഡഡാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്കും ഒരു ഗ്രേ കളറുമാണ്. ഇത് ഞാൻ ഒരുപാട് നാൾ കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. അപ്പം അടുത്തത് നമ്മുടെ റൈറ്ററാണ്. നമ്മുടെ സാധനത്തിലൊക്കെ ഇപ്പം മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയിലൊക്കെ എഴുതി വെക്കുന്ന ഒരു റൈറ്ററാണ്. ഇത് സംഭവം ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല മേടിച്ചത്. കുറേ ബോക്സ് കണ്ടപ്പോൾ ബോക്സുകളായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. പക്ഷെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എഴുതുന്ന സംഭവം ആയിപ്പോയി. ഓക്കെ, അടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു 2 പാൻറ്റ് ഇത് എനിക്കാണെന്ന് തോന്നുന്നു. കാരണം ഇതെനിക്ക് തന്നെ കുട്ടി ഷോർട്ട്സ്, ഇങ്ങനത്തെ ഒരു ഷോർട്ട്സും ഇതിൻ്റെ ഒരു മാച്ചായിട്ടുള്ള ഒരു ടീഷർട്ട് ചുമ്മാ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അൽബേനിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ച് വേർത്താണെന്ന് തോന്നി. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ്, സമ്മർ ഭയങ്കര ചൂടാണ്. അപ്പം ഈ ഒരു സാധനം ഇത് എനിക്കാണ്. എനിക്കറിയാം ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണെന്ന്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ മുന്നിലേ ഉണ്ടായിരുന്നതാണ്, നമ്മുടെ നിപ്പിൾ പാഡ് എന്ന് പറയും. ഈ സാധനം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, കാണുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ നിപ്പിൾ പാഡ് ഞാനിപ്പോൾ എൻ്റെ ടേബിളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതുള്ളൂ. ഇനി ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും? ഐ ഹാവ് നോ ഐഡിയ ആക്ച്വലി. ഓക്കെ, അടുത്ത ഒരു പാൻറ്റാണ്. ഇതെനിക്ക് മാറി വന്നതാണ്, ബിക്കോസ് ഇതിൻ്റെ സെയിം പാൻറ്റ് ഞാൻ മേടിച്ചു ഓൾറെഡി. സോ ഇത് നമുക്കിപ്പോൾ മാളുവിന് കൊടുക്കാം. ഓക്കെ, അവൾക്ക് ഇനി നൈനൂന് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഞാൻ മാളുവിനൊന്നും മേടിച്ചില്ല എന്നുള്ളൊരു പരാതി. ഇത് ഭയങ്കര ചീപ്പായിട്ട് 5 പൗണ്ട് 4 പൗണ്ടിൽ എന്തോ കിട്ടിയ സാധനമാണ് കേട്ടോ. ദെൻ ഓക്കെ, ഇതെന്താ ഒരു പെർഫ്യൂമാണെന്നാണ് ഐ തിങ്ക് സോ. പക്ഷെ ഞാൻ ഇങ്ങനെ മറ്റേ ഇവിടെ പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ എവിടെ പോയത്, എവിടെയാ സ്ഥലത്തിൻ്റെ പേരെന്താ, ആഷ്ഫോർഡ് ഇൻ്റർനാഷണൽ ഡിസൈനർ ഔട്ട്ലെറ്റിൽ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് ഓൾറെഡി 4-5 പെർഫ്യൂം ഞാൻ മേടിച്ചു. പക്ഷേ ഇത് ഇച്ചിരി, ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂം ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്മെല്ല് ഗുഡായിരിക്കും. പക്ഷെ നല്ല റിവ്യൂ ഉണ്ട്. ടെമൂല റിവ്യൂ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, പിന്നെ എന്നാലും നല്ല റിവ്യൂ ഉണ്ട്. അപ്പോൾ നല്ല ക്യൂട്ട് പെർഫ്യൂം. നോക്കട്ടെ, മണം നോക്കട്ടെ.
അയ്യോ സൂപ്പർ മണം ഗൈസ്, കൊള്ളാം. സെക്കൻഡ് നോട്ട് നോക്കാം. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു ഈ സാധനം. സോ ഇത് വേസ്റ്റാണ്. അടുത്തത് ഇതെന്താ ഇതൊരു പാൻറ്റാണ്, ഒരു ബ്ലാക്ക് ട്രൗസർ. എനിക്ക് ഇങ്ങനത്തെ ഒരു പാൻറ്റ് അത്യാവശ്യം, ഇപ്പം ഞാൻ കൂടുതലും പാൻറ്റുകളാണ് വന്നത്. പക്ഷേ ഇതിന് മുന്നിലേ ഞാൻ കൂടുതലും ടോപ്പുകളാണ് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് അർജൻറ്റായിട്ട് വേണ്ടിയിരുന്നത് കുറച്ച് പാൻറ്റുകളായിരുന്നു. സോ അത് മേടിച്ചു. ഫിനിഷ്. അപ്പം ഫസ്റ്റത്തെ ഒരു കവറിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. നൈനൂന് കുറച്ച് ഡ്രസ്സ്, പിന്നെ എനിക്കൊരു പാഡഡ് ബ്രാ ആൻഡ് നിപ്പിൾ പാഡ്, പിന്നെ 2 ഷോർട്ട്സും ഒരു ട്രൗസറും പെർഫ്യൂം. ഇനി രണ്ടാമത്തെ തുറന്നു നോക്കാം. എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതലും ഉള്ളത് ലൈക്ക് ഞാനിവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. വീട് ഭയങ്കര മെസ്സായിട്ട് നമുക്ക് ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ചെയ്യാൻ ആവശ്യത്തിനുള്ള ആക്സസറീസ് ഇല്ല. എന്ന് വെച്ചാൽ ലിക്വിഡും ലോഷനും ഒക്കെ ഉണ്ട്, പക്ഷേ ആക്സസറീസ് ഇല്ല. പിന്നെ പ്ലേറ്റ് വാഷ് ചെയ്യാനാണെങ്കിലും മറ്റേ സ്ക്രബ്ബറും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളായിരിക്കും ഇതിൽ വന്നേക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഗൈൻ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു, ടോയ്ലറ്റ് ക്ലീനർ. ഇത് രണ്ടും അവിടെ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അടുത്ത ഒരു സ്റ്റഡാണ്, കുഞ്ഞ് സ്റ്റാർ ബേസ്ഡ് സ്റ്റഡാണ്. അതായത് നക്ഷത്രം ബേസ്ഡ്. ഇതിപ്പം എൻ്റെ കാതിൽ കിടന്ന 3 കമ്മൽ, ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച 3 കമ്മൽ പൊട്ടിപ്പോയി, കളഞ്ഞുപോയി, കാണാനില്ല, പെയർ കാണാനില്ല. അങ്ങനത്തെ ഒക്കെ കുറേ സിറ്റുവേഷൻസ് വന്നു. സോ അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ പണി ഇതാണ്. പിന്നെ എനിക്ക് എന്തിൻ്റെ കേടാണ്, കുറേ ട്രൗസേഴ്സ് മേടിച്ച് വെച്ചേക്കുവാണ് ഞാൻ. എന്താണെന്ന് അറിയത്തില്ലതേ. ആ ബ്ലാക്കിൻ്റെ സെയിം ഒരു പാറ്റേൺ വരുന്ന ഒരു ട്രൗസറാണ്. ഇതൊക്കെ നമുക്ക് വിൻ്ററിൽ ഇടാൻ പറ്റില്ല. ഇനി വിൻ്റർ ആകുമ്പോഴത്തേക്കും വിൻ്റർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ പുറകെ ഓടുമോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഞാനൊരു ജീൻസ് മേടിച്ചു. എനിക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ജീൻസ് ഉണ്ട്. ഞാൻ എന്തിനാണ് ഇത്രയും ഇതൊരു മറ്റേ ബെല്ലി പാൻറ്റ്, ബാഗി പാൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, ഇലാസ്റ്റിക് ബേസ്ഡ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇങ്ങനത്തെ 2-3 പാൻറ്റ് എനിക്കുണ്ട്, പക്ഷേ ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, വലിയ ജീൻസ് എപ്പോഴും നമുക്കൊരു നല്ല ഒരു സംഭവമാണ്. പക്ഷേ ഇതൊരു ബെല്ലി ജീൻസ് ആയതുകൊണ്ട് ബോട്ടം വന്നിട്ട് കുറച്ച് വൈഡായിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് ഗൈസ്, ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ പോയ ആ ട്രിപ്പിലായിരുന്നു. ഒരു ചെരുപ്പാണ്. ഇവിടെ നമുക്ക് സമ്മറിൽ എനിക്കിടാൻ ചെരുപ്പില്ല. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുമ്പോഴാണെങ്കിലും കാഷ്വൽ വെയറിനാണെങ്കിലും ചെരുപ്പില്ല. അതുകൊണ്ടാണ് ചെരുപ്പ്. കൊള്ളാം. ഇത് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് അവിടെ വെച്ചേക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം വേണ്ട, അല്ലാതെ തന്നെ വെച്ചേക്കാം. വെറുതെ നമ്മൾ എന്തിനാ. ഓക്കെ. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. എല്ലാവരും വിചാരിക്കും ഇവർക്ക് എന്താ ഭ്രാന്താണ്. ഇതുപോലെ ബ്ലാക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ബ്ലാക്കിൻ്റെ തന്നെ ദ സെയിം ബ്ലാക്കിൻ്റെ നെറ്റും വലയും കോട്ടും ഇതൊക്കെ ആയിട്ട് ചൊറിയുന്നത് ബെഡ് ബഗ്സിൻ്റെ അലർജി ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ കുളിക്കാത്തതുകൊണ്ടൊന്നും കുളിക്കാത്തതിൻ്റെയും കാരണമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് അടുക്കി പറക്കിയിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ. സോ ഈ സാധനം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാണിച്ചു തരാം. ഇത് ഭയങ്കര റേറ്റാണ്. ഇത് കിഡിലാണ്. നമുക്കിങ്ങനെ തുടച്ചിട്ട് നമുക്ക് ഇത് തന്നെ വീണ്ടും 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 അഗൈൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല ഇതിലൊരു ഒരു നനവുണ്ട്, നല്ല നനവുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, മേ ബി ഇത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. സോ ഇത് നമ്മുടെ കിച്ചണിലത്തേക്ക് ആവശ്യമായ സാധനം. അടുത്തത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ ഇതെന്താണ്. അയ്യോ, ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തോ വലിയ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മേ, ഇത് മറ്റേ ഐബ്രോ പാലറ്റ്. എൻ്റെ ഐബ്രോ പാലറ്റ് ഓൾറെഡി തീരാ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിവിടെയും കിട്ടും. ഇത് തുറന്നു കാണിച്ചുതരാം. ഓക്കെ, നോക്കട്ടെ. ഐബ്രോ പാലറ്റാണ്.
കറക്റ്റ് സൂപ്പർ ബ്രഷും. കിടിലൻ ഞാൻ കളർ കാണിച്ചു തരാവേ. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കൊള്ളാം. ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇത് വേസ്റ്റാണ്. വേസ്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങോട്ടിടാം. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഓക്കെ. ഇതൊരു ഷോർട്ട്സും ഒരു കുഞ്ഞ് ഷോർട്ട്സും ഷർട്ടുമാണ്. ഇതിൻ്റെ 2-3 പെയർ എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഞാൻ വീണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ നടക്കാൻ. ഇത് നമുക്ക് അൽബേനിയയിൽ പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാം. അൽബേനിയ പറഞ്ഞ് മിക്കവാറും ഞാൻ അൽബേനിയ പോയതിന് ശേഷമായിരിക്കും ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇത് ഞാൻ ദൃശ്യയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ദൃശ്യേൻ്റെ ബർത്ത്ഡേക്ക് ദൃശ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇച്ചിരി ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു കൊള്ളാം, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ്. ഇത് ദൃശ്യയ്ക്ക് തന്നെ കൊടുക്കാം നമുക്ക്. കാരണം അവളുടെ ബർത്ത്ഡേക്ക് മുന്നിൽ ഇത് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോഴത്തേക്കും ഇറ്റ്സ് ടു ലേറ്റ്. സോ എന്തെങ്കിലും നമ്മൾ ഡോവർക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇത്രയും. പിന്നെ ഇതെന്താ നോക്കട്ടെ. ഇതൊരു ടീഷർട്ടാണ്. കളിയാക്കരുത് ഗൈസ്, ഇതൊരു ടീഷർട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ വരയും കുറിയൊക്കെ ഉള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തിനാ ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി തരാം. ഇവക്ക് പൊത്തലും ഇത് പുറമേ കാണിക്കാനല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും ഇടുന്നത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ബ്ലാക്കാണ്, ഇതിൻ്റെ ബ്ലാക്കാണ് വല നെറ്റ് ടൈപ്പൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ഭയങ്കര കിടിലം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് എന്തൊക്കെയാണ് മേടിച്ച് കൂട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു പിടിയുമില്ല ഗൈസ്, ഒരു പിടിയുമില്ല. ഇതൊരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇതെനിക്കെന്തോ പെട്ടെന്ന് ഇഷ്ടം തോന്നി ഞാൻ മേടിച്ച ഒരു ക്ലോത്താണ് കേട്ടോ. എനിക്കതിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്താ ഏറ്റവും കൂടുതൽ നമ്മൾക്കിപ്പോൾ ആവശ്യമായിരുന്ന സാധനമാണ് ഇത്. ഇതെന്താന്ന് വെച്ചാൽ ബാത്റൂമിൽ ഇപ്പോൾ താഴത്തെ ബാത്റൂമിൽ മുകളിലത്തെ ബാത്റൂമിൽ വെള്ളം പോകുന്നില്ല. അപ്പം വെള്ളം ഇങ്ങനെ സക്ക് ചെയ്ത് പുറത്തോട്ട് എടുത്തിട്ട് എൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രഷർ, ഡ്രെയിൻ പ്രഷറോ അങ്ങനെ എന്തോ പറയും. ഇതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തതും വിത്തിനാണ് കാത്തത്. പിന്നെ ഇത് താഴെ കിച്ചണിൽ അങ്ങനെ കൊണ്ടുവെക്കാം. സ്ക്രബ്ബറുണ്ട്, മറ്റേ വാഷ് ചെയ്യുന്ന സാധനമുണ്ട്, കിച്ചൺ വാഷ് ചെയ്യുന്ന സാധനമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലേതോ ഒന്ന് നമുക്ക് ടോയ്ലറ്റിലേക്ക് വേണം. ഇത് നമുക്ക് ടോയ്ലറ്റിലേക്ക് എടുക്കാം. പിന്നെ ഇതും ഓക്കെ. ബാക്കിയൊക്കെ നമുക്ക് താഴെ കിച്ചണിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. എന്താണോ എന്ത് ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ അകത്ത് പാഡഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടീഷർട്ടാണ്. ഇത് നല്ല രസമായിരിക്കും ഇടുമ്പോൾ. പിന്നെ എനിക്ക് ഇത് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയാണ് ഇതിടുമ്പോൾ. അപ്പോൾ ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. ഇനി കഴിഞ്ഞില്ല. ഇത് കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ്. എനിക്കിപ്പോൾ ബ്രേസ്ലെറ്റ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനിപ്പം ഓർഡർ ചെയ്ത കുറച്ച് ബ്രേസ്ലെറ്റാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കൈ ചുമ്മാ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന കുറച്ച് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ്. എനിക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്. അതൊക്കെ ഓർഡർ ചെയ്ത് വന്നതിന് ശേഷം ഇതും ചെറിയൊരു സ്റ്റഡ് ബേസ്ഡ് കമ്മലാണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ കാതി കിടക്കുന്ന ഇതൊക്കെ ഊരിയിട്ട് ഞാൻ ഇതിടും. ഇതാകുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ല. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഹലോ മൈ ക്യൂട്ടീസ്, ടെമുൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വെൽക്കം. സോ അപ്പോൾ ഞാൻ ഇങ്ങനെ വരിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ ദിവസങ്ങളിൽ നല്ല ലേറ്റായിട്ട് വരുന്ന സാധനങ്ങളാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നത്. അപ്പം ലാസ്റ്റായിട്ട്
വന്ന ഒരു സംഭവമാണ് ഇത്. കുറച്ച് സാധനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചധികം സാധനങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് വന്നിട്ട് 3-4 ദിവസം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാണ്ട് വെച്ചേക്കുമായിരുന്നു. ബിക്കോസ് ഞാൻ നല്ല തിരക്കാണ്. ഓണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓണത്തിൻ്റെ കുറേ പ്രൊമോഷൻസും വീഡിയോസും അതും ഇതൊക്കെ കാരണം നല്ല ബിസി ആയിപ്പോയി. സോ ഇന്ന് നമ്മളത് ചെയ്യുവാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇതിനകത്ത് എന്താണെന്ന്. ഓക്കെ, ഇത് ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊരു കൈൻഡ് ഓഫ് എന്നാ ഞാൻ പറയട്ടെ, ഒരു ഷോർട്ട്സ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ഷർട്ടാണ്. ഇതൊക്കെ ഞാൻ അൽബേനിയയിൽ പോകാൻ വേണ്ടിയിട്ട് അൽബേനിക്ക് വേണ്ടിയിട്ട് മാത്രമായി മാറ്റി വെച്ചേക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇതിനിടയിൽ ഷോർട്ട്സോ ജീൻസോ എന്ത് വേണമെങ്കിലും ഇടാം. കൈയൊക്കെ ഒരു ഇങ്ങനെ മടങ്ങൽ ടൈപ്പ് വന്നിട്ട് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഇതൊരു ഏകദേശം 11 പൗണ്ട് എന്തോ ആയി. കാരണം ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം നല്ലപോലെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മേടിച്ചതാണ്. അടുത്തത് എന്താണോ എന്തോ ദൈവമേ, ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതും ദ സെയിം ടൈപ്പാണ്, ഷോർട്ട്സിൻ്റെ അടിയിലിടാവുന്നത്. അപ്പോൾ ഞാൻ ഇത് 2 മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് അൽബേനിയയിൽ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഡ്രസ്സ് മാറ്റാനുള്ളൊരു ടൈം നമുക്ക് കിട്ടത്തില്ല. കാരണം നമുക്ക് 4 ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. 4 ഡ്രസ്സ് ഇടാൻ പറ്റുന്നത്. അപ്പം ഒരു സ്ഥലം കണ്ട് നമ്മൾ അടുത്ത സ്ഥലം കവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഈ ഒരു ഡ്രസ്സിലേക്ക് വരാം. അതായത് ഷോർട്ട്സ് മാറ്റണ്ടല്ലോ, ഷർട്ട് മാത്രം മാറ്റിയാൽ മതിയല്ലോ. ഒരു ബീച്ച് വെയർ അല്ലെങ്കിൽ ഒരു ലേക്ക് വെയർ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇത് ഒരു ബീച്ചിൽ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റി, അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു 2. ഓക്കെ, ഈ സംഭവങ്ങൾ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ ഇത് ഓർഡർ ചെയ്തേക്കുന്നത് എൻ്റെ കാറിന് വേണ്ടിയിട്ടാണ്. കുറേ പേരൊക്കെ ചിരിക്കും. ഞാൻ കുറേ നാളോട് പറഞ്ഞു എൻ്റെ കാറ് ഞാൻ ലേഡി കാറാക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കാറ് ലേഡി കാറാക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു സംഭവം ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ എങ്ങനെ ഇടുന്നതാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്നത്. ഇത് നമ്മളെ സ്റ്റിയറിങ്ങിൽ ഇടാനുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഞാൻ കാണിച്ചറിയാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നേ. ഇത് എനിക്കറിയത്തില്ല എവിടെ ഇടാനുള്ളതാണെന്ന്. ഞാൻ നോക്കണം ഇനി എവിടെ ഇടാനുള്ളതാണെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന 2 സംഭവങ്ങൾ കൂടിയാണ് ഇത് രണ്ടും. ഇത് നമ്മുടെ സ്വിച്ച്, നമ്മുടെ വണ്ടി ഓണാക്കുന്ന സ്വിച്ചിലിടാനുള്ളത്. ഇത് 2 നമ്മുടെ ഗ്ലാസ്സൊക്കെ വെക്കുന്നില്ലേ സംഭവം, അവിടെ ഇടാനുള്ളത്. പിന്നെ ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഓരോരോ സ്ഥലത്ത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത മെയിൻ സംഭവം എനിക്ക് വന്നിട്ടില്ല. നോക്കട്ടെ. കാരണം ഞാൻ വിചാരിച്ചു അതും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. ഇനി ഇതാണോ മടക്കി വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗം എനിക്ക് ഇച്ചിരി ഭയങ്കര ഇറിറ്റേഷനാണ്. ബിക്കോസ് നമ്മൾ ഇവിടെ ഇങ്ങനെ കയറി ഓരഞ്ഞിട്ട് ഇവിടെ എനിക്കൊരു റെഡ്നെസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് എൻ്റെ ഫേസ് കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാൻ പിങ്കിലോട്ട് എന്ത് മാറുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ലേഡി കളറായി മാറിയിരിക്കുകയാണ് പിങ്ക്. ഓഫ്കോഴ്സ് അതുകൊണ്ടൊന്നും അല്ല, അതിലൊരു ഗ്രീനും ഉണ്ടായിരുന്നു, ഒരു പിങ്കും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടതിൽ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മേടിച്ചതാണ്. ഇതിൽ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള 2-3 സാധനങ്ങളൂടെ കിട്ടി. നല്ല ആപ്ലിക്കേറ്റർ കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. സോ അടുത്തത് കുറച്ച് ഇയറിങ്സ് ആണ്. ഞാൻ ഉദ്ദേശിച്ച ഇയറിങ്സ് അല്ല, പക്ഷേ പോട്ടെ. വളരെ ചെറിയ ഇയറിങ്സ് ആണ് കേട്ടോ, വളരെ ചെറിയ ഇയറിങ്സ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു, എന്നാലും ഇരിക്കട്ടെ, കുഴപ്പമില്ല. അടുത്തത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അൽബേനിയ പോകുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ കേക്ക് കട്ടിയാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതാണ്, ഓർഡർ ചെയ്തതാണ്. ഇത് എനിക്കും അറിയില്ല എന്താണ്. ഇത് ഒരു ലിപ്സ്റ്റിക്ക് വെക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ നേരത്തെ കുറേ ലിപ്സ്റ്റിക്ക് വെക്കാം. കാരണം ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡ്രോ തുറന്ന് ഇങ്ങനെ കുറേ തപ്പി തടഞ്ഞൊക്കെയാണ് ഇഷ്ടപ്പെട്ട കളർ എടുക്കുന്നത്. ഇതാകുമ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കാം. അടുത്തത് ഇത് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സോ നമ്മുടെ നോർമലായിട്ടുള്ള മിററോ ക്ലീൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇതിൽ നമ്മൾ സ്പ്രേ ലിക്വിഡ് ഇതാക്കുക. എന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ ഉദ്ദേശിച്ച സാധനമാണോ എന്ന്.
ഇതെങ്ങനെയോ വെക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ കേൾക്കോ. ഓക്കെ. ഒരുപാട് നാളുകൊണ്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഗ്ലാസ്സൊക്കെ ഇങ്ങനെയല്ല, ഇങ്ങനെ തിരിച്ചാണ്. ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻ്റെ ഈ മിററാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുവാണ്. അപ്പോൾ എനിക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സാധനമാണ്. ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. ഇങ്ങനെ തന്നെ നമ്മളിതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ക്ലീൻ ചെയ്യുക. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ആപ്ലിക്കൻ്റ്. ഇപ്പം തന്നെ നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. ക്ലീൻ ചെയ്യുന്ന അല്ലേ, അടപ്പും ഉണ്ട്. ക്യൂട്ടായിട്ടില്ലേ, നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അടുത്ത ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, തുറന്നു നോക്കട്ടെ. ഇത് ഓക്കെ, കാറിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സാധനമാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്. ചാർജ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ്. ഒരുപാട് ആപ്ലിക്കേറ്റർ ഇതിലും ഉണ്ട്. ഇങ്ങനെ കാറിൻ്റെ ഒരു അകത്തുള്ള ഡസ്റ്റും പൊടികളൊക്കെ നമുക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല ഇതാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ എങ്ങനെ കണ്ട ഇങ്ങനെ തുടച്ച് ചെയ്യാം. കാരണം ഇത്രയും സാധനങ്ങളും. പിന്നെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ചെറിയ ഒരു സ്റ്റഡ്. എനിക്ക് പക്ഷേ അത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സ്റ്റഡ്. അതിങ്ങനെ സെക്കൻഡ് സ്റ്റഡായിട്ട് ഇടുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞ് സ്റ്റഡ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇയറിങ്സ് അല്ല, ചെയിനല്ല. ഇതെന്താ സംഭവം? എന്തൊക്കെയൊക്കെ ആവശ്യമില്ലാണ്ട് ഓർഡർ ചെയ്തേക്കാണ് ഗൈസ്. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക. ഇതെന്താണ്, ഇതെങ്ങനെ ഉപയോഗിക്കാനുള്ളതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് നോക്കട്ടെ, ഓർക്കാൻ പറ്റുന്നില്ല. ഇത് എന്തിനാണ് ഞാൻ മേടിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അരോമാ തെറാപ്പി എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എന്തെങ്കിലും പെർഫ്യൂമോ എന്തെങ്കിലും ലിക്വിഡോ ഒക്കെ നമുക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിക്ക് എടുക്കുക, ഇങ്ങനെ കുത്തി വെക്കുക. ഈ ഒരു സ്റ്റിക്ക് എടുക്കുക, ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് ഇതെന്തിനാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങരുത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും ടെമുവിൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഇതോടെ എൻ്റെ പ്രൊഡക്റ്റ് വീഡിയോ തീരുവാണെന്നല്ല, ഇനി ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡായിട്ട് എടുക്കാം. ബിക്കോസ് ഇതൊരു ലെങ്തി വീഡിയോ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പം ഇത് അടുത്ത ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതിൽ ഞാൻ വലിച്ച് കുറേ ഡയലോഗ്സ് ഒന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, പെട്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ കാർട്ടിൽ സേവ് ചെയ്ത ഒരു സംഭവമാണ്. ഇത് നമ്മളെ പോലുള്ള വ്യക്തികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾ ഈ മിക്സിയൊക്കെ മേടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണം. മിക്സി അല്ല ഇത്, സംഭവം നമ്മുടെ എന്താ പറയുക, ബ്രഷിൻ്റെ വാഷറാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷസ് ഇല്ലേ, ലൈക്ക് മേക്കപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് പ്ലഗ് ചെയ്തിട്ട് ഇതിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് കിടന്ന ബ്രഷ് കിരി ഇങ്ങനെ റൗണ്ടായിട്ട് കഴുകി വൃത്തിയാക്കി തരും. അപ്പോൾ നമുക്ക് കൂടുതലും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ പ്രവർത്തിക്കുന്നൊന്നും അറിയത്തില്ല, പ്രവർത്തിക്കുന്ന രീതി ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഫോട്ടോസൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇതിൽ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്
എനിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമായിരുന്നു, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷൊക്കെ പെട്ടെന്ന് ഞാൻ കളയുവാണ് ചെയ്യുന്നത്. ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്, ഒരു ക്യൂട്ട് നൈറ്റ് ഡ്രസ്സാണ്. ഇത് രണ്ടും ഒരു ക്യൂട്ട് നൈറ്റ് ഡ്രസ്സാണ്. കാരണം ഞാൻ ഇന്ന നൈറ്റ് ഡ്രസ്സൊക്കെ ചീത്തയായി ഏകദേശം. ഇതൊരു 1 പീസ് മോഡൽ നൈറ്റ് ഡ്രസ്സും കണ്ടോ, ഇങ്ങനത്തെ ഭയങ്കര ഒരു ലവ് ചിന്നൊക്കെ വന്നിട്ടുള്ളൊരു നൈറ്റ് ഡ്രസ്സ്. ഇതൊക്കെ 2-3 പൗണ്ടേ ഉള്ളൂ കേട്ടോ. ഇതിന് ഒരു 2 പൗണ്ടും. ഇത് സാധാ ഞാൻ ഇടുന്ന പോലത്തെ പാൻറ്റും ഉടുപ്പുമായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇതിന് 3.45 പൗണ്ട് അങ്ങനെ. വളരെ ചീപ്പ് വെച്ചാൽ വളരെ ചീപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെമൂന്ന് നൈറ്റ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതും ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഭയങ്കര ക്വാളിറ്റി തുണി. ഇപ്പോൾ ഈ സമ്മറിലൊക്കെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ് ഞാൻ മനസ്സിലായത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഡ്രസ്സിൻ്റെ ഡ്രൈ ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പുറത്താണ് ഡ്രസ്സ് ഉണക്കാനിടുന്നത്. ഉണക്കാനിട്ടിട്ട് ഞാൻ ചെന്ന് ക്ലിപ്പൊക്കെ ഇങ്ങനെ വെക്കും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇടുമ്പോൾ അതിൽ പകുതി ക്ലിപ്പും കാണത്തില്ല. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നില്ല, ചിലത് പൊട്ടി പോവും. എത്ര ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിച്ചാലും പിന്നെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴും ചിലത് ആ കാർഡിൻ്റെ ഇടയിലൊക്കെ പോകും. പിന്നെ അത് തിരയാൻ പോകണം, അങ്ങനെ കുറേ പണികളുണ്ട്. സോ അങ്ങനത്തെ പണികൾക്ക് ഞാൻ എന്തായാലും പോകാറില്ല. അപ്പം ഒരു 20ൻ്റെ 2 സെറ്റ്, അതായത് 10, 20, 20 അതെ 40 എണ്ണം വരുന്ന ഒരു 2 സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചുമ വരുന്നു, സോറി. സോ അയ്യോ ഇതെന്നെ പറ്റിച്ച് ഗൈസ്. ഇത് ഒരു പൂവാണ്. ഞാൻ കരുതി ഇത് ക്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. ഫ്ലവർ ബേസ് ആണ്. കാരണം ഞാനിവിടെ ഫ്ലവറൊക്കെ ജഗ്ഗിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ഇനി എനിക്ക് ഫ്ലവറിൻ്റെ ഒരു പേഴ്സണാണ് ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. ഇത് കുറച്ച് മാലകളാണ്. അതായത് എനിക്കിടുന്ന മാലകളെല്ലാം 1 ടൈം യൂസാണ്. പെട്ടെന്ന് കഴുത്തി കിടന്ന് മാല കറക്കും. പിന്നെ ഞാൻ മാല ഇടുന്നൊരു പേഴ്സൺ അല്ല. സ്വർണ്ണത്തിൻ്റെ മാല ഇടുവാണെങ്കിൽ എനിക്ക് ചെറിയതായിട്ട് റിച്ചിങ് ഒക്കെ വരും. അങ്ങനെ ഞാൻ സ്വർണ്ണത്തിൻ്റെ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് മാല അത്യാവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മാല ഇടും. അങ്ങനെ ഞാൻ ഒരു മാലേൻ്റെ ഒരു 5-6 സെറ്റുള്ള ഒരു സെറ്റായിട്ട് ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇതും ഭയങ്കര ചീപ്പാണ്. പിന്നെ ഒരു കോമ്പ്, ഈ ഒരു കോമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, കളഞ്ഞുപോയി. സോ ഇത് നമുക്കിങ്ങനെ വരിച്ചിലെടുക്കാനും ഇങ്ങനെ ഇതിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ സ്കെയിലി ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ വരിച്ചിലെടുക്കാനും ഇങ്ങനെ കെട്ടാനും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു ഇത്. വേറെ ഇല്ല, കഴിഞ്ഞു. സോ ഇതോടെ എൻ്റെ ടെമു ഹോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ വലിയ ലെങ്തി ആയിട്ടൊന്നും ഞാൻ വെച്ചേക്കത്തില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു പറഞ്ഞില്ലേ. അത് ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങനെ വീഡിയോ കുറച്ച് എടുത്തെടുത്ത് പിന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ എന്തെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ആ ഫോട്ടോ ഏതിൻ്റെ ലിങ്കാണോ വേണ്ടത് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ടെമുന്ന് അയച്ചു തരാം. സോ ഇതോടെ എൻ്റെ ടെമു ഹോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് അമ്മൂസ് ഇൻസ്റ്റയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം നീരജ അമ്മൂസ്.